കമ്മിൻ. ഓർമ്മയുണ്ടോ എന്നെ? മറക്കാൻ പറ്റില്ലല്ലോ. പകരം വീട്ടാണല്ലേ? ഞാനോ? ഞാൻ തോറ്റുപോയ ഒരാളല്ലേ സർ. ജീവിതത്തിന്റെ പുറംപോക്കിൽ കഴിയുന്നവൾ. ജയിച്ച് മലമുകളിൽ നിൽക്കുന്ന സാറിനോട് ഞാനെങ്ങനെ പകരം വീട്ടാനാ? പിന്നെന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഏതിന്റെ അർത്ഥം? ഒന്നും അറിയില്ലേ? സാറ് ഉദ്ദേശിച്ചെന്നാന്ന് എനിക്കറിയില്ല. അത് പണ്ടും മനസ്സിലാവാറുണ്ടായിരുന്നില്ലല്ലോ. നിരഞ്ജനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ഞാനൊരു ഡോക്ടറാ, നിരഞ്ജനും ഡോക്ടറാ. പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും എന്നെ പഠിപ്പിക്കണ്ട. പിന്നെ എന്തിനെ കുറിച്ച് പഠിപ്പിക്കണ്ടേ? വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളെ പിരിക്കരുതെന്ന് കരഞ്ഞു വന്ന് അപേക്ഷിച്ച് ആ പഴയ MBBS ഫൈനൽ ഇയർ വിദ്യാർത്ഥിനി മാലിനെ കുറിച്ച് പഠിപ്പിക്കട്ടെ? ആത്മബന്ധത്തിന്റെയും കടപ്പാടിന്റെയും വിലയായി സ്വന്തം ജീവിതം തന്നെ മകൾക്ക് വേണ്ടി പകരം വാങ്ങിയ ക്രൂരനായ സ്വാർത്ഥനായ ജയശങ്കർ എന്ന അച്ഛനെ കുറിച്ച് പഠിപ്പിക്കട്ടെ? മറന്നുപോയെങ്കിൽ എല്ലാം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം സാർ. എനിക്കതൊന്നും കേൾക്കണ്ട. അതൊക്കെ കഴിഞ്ഞ കഥകളാണ്. സാറിനത് കഥകളാ, എനിക്കങ്ങനെയല്ല. എന്റെ മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. പോയിക്കോളൂ, ഏതറ്റം വരെയും പോയിക്കോളൂ. ഞാൻ ഒരിടത്തും ശല്യം ചെയ്യാൻ വരില്ല. എനിക്ക് അതിന്റെ ആവശ്യവുമില്ല. രോഗം ദൈവം ഭേദമാക്കുന്നു, അതിനുള്ള കൂലി ഡോക്ടർ വാങ്ങുന്നു. സാറും കേട്ട് കാണുമല്ലോ. ദൈവമാണ് സാർ എല്ലാം തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന നിരഞ്ജനെ തട്ടിയെടുത്ത് എന്റെ മുൻപിൽ കൂടി വിജയെ പോലെ പോകുമ്പോ സാർ ഓർത്തിരുന്നോ? വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ അതേ നിരഞ്ജന് വേണ്ടി യാചിക്കാൻ എന്റെ മുന്നിൽ വരേണ്ടി വരുമെന്ന്? അതാണ് സാർ കാലത്തിന്റെ കാവ്യനീതി. പകരത്തിന് പകരം. ഞാനല്ല, കാലമാ സാറിനോട് പകരം ചോദിക്കുന്നത്. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ ആരുടെയും ജീവിതം തകർക്കുന്നില്ല. അതിന് ഞാൻ ഡോക്ടർ ജയശങ്കർ അല്ല. ആ സർ, ഡ്യൂട്ടി ടൈമാ ഇപ്പോ. പേഴ്സണൽ കാര്യം സംസാരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഞാൻ വെയിറ്റ് ചെയ്യാം. വേണമെന്നില്ല. എനിക്ക് ആവശ്യമുണ്ട്. രണ്ടിലൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകും. അത്ര കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ സർ? ഇത് പഴയ മെഡിക്കൽ കോളേജ് അല്ല. ഞാൻ പുറത്തുണ്ടാവും. എന്താ മാലു? ആ, അന്വേഷിക്കാൻ ആള് വന്നിട്ടുണ്ടല്ലോ. അന്വേഷിക്കാനോ? അതെ, അക്ഷരയുടെ അച്ഛൻ, ദി ഗ്രേറ്റ് ഡോക്ടർ ജയശങ്കർ. ഓ, അവിടെ എത്തിയോ? ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പോ എന്തെങ്കിലും വരുമെന്ന് നിരഞ്ജൻ അറിയായിരുന്നു അല്ലേ? അത് ഞാൻ ഊഹിച്ചിരുന്നു. ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ സാറിന്റെ. മനസ്സിലിപ്പോഴും ആ പഴയ പോരാട്ട വീര്യമുണ്ട്. അതേ അളവില്. ദൈവമാ അദ്ദേഹത്തെ എന്റെ മുൻപിൽ എത്തിച്ചത്. പഴയ ചില കണക്കുകളുണ്ടല്ലോ, അത് തീർക്കാതെ പറഞ്ഞു വിടില്ലല്ലോ ഇവിടുന്ന് ആരെയും. ഇപ്പൊ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. വയ്യാത്ത ആളാ. പഴയതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. കഴിഞ്ഞ കഥകളോ? അങ്ങനെയാണോ നിരഞ്ജൻ കാണുന്നത്? നിങ്ങൾ എല്ലാവരും എല്ലാം നേടി, ഞാനോ?
നഷ്ടം മുഴുവൻ എനിക്കാ സംഭവിച്ചത്. എന്റെ ജീവിതമാ നശിച്ചത്. അങ്ങനെ പറയരുത്. എല്ലാം നേടിയ എന്റെ അവസ്ഥ കണ്ടില്ലേ? അവസാനം ഞാൻ അവിടെ എത്തി. സഞ്ജയനക്കാട് അടിക്കാനുള്ള വരിയിൽ ക്യൂ നിൽക്കുന്നു. ആരും ഒന്നും നേടിയില്ല മാലു. എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടുകയാ ചെയ്തത്. ഡോക്ടർ ജയശങ്കറിന് അങ്ങനെ അല്ലല്ലോ. അക്ഷരയ്ക്ക് നല്ലൊരു വരനെ കിട്ടിയല്ലോ. അവൾക്കൊരു ജീവിതം ഉണ്ടായില്ലേ? ഗുരുദക്ഷിണയായിട്ട് ഗുരു ചോദിച്ചത് വിരലല്ല, നിരഞ്ജന്റെ ജീവിതം തന്നെയാ. ശരിയല്ലേ?